അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി. എൻ്റെ കുടുംബത്തിനെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ന ജോസ്. ഞാൻ വെളിയന്നൂർ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് സ്റ്റെബിൻ ജോസ് തോമസ്. ഇതെൻ്റെ അമ്മ ഷീന ജോസ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2021 അതെൻ്റെ അമ്മയുടെ കൂടെയാണ് വരുന്നത്. അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത്. അന്ന് ഞാൻ അമ്മയുടെ കൂടെ വന്നപ്പോൾ എനിക്ക് ഇതിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, ഡെയിലി പള്ളിയിൽ പോവും, ജപമാല ചെല്ലും. പക്ഷേ ഈ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ സൗദിയിലേക്ക് പോയി. സൗദിയിൽ എത്തിയതിന് ശേഷം എനിക്കാണെങ്കിൽ അവിടെ അവിടുത്തെ ലാംഗ്വേജ് പ്രോബ്ലം, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ചെറിയ കാര്യത്തിന് വരെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. എപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ചായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഓൺലൈൻ വഴി ഉടുമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സൗദി വെച്ച് ഓൺലൈൻ വഴി ഉടുമ്പടി എടുത്തു. എൻ്റെ പേടി, അവിടുത്തെ ജോലി രീതികളെല്ലാം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അതെല്ലാം മാതാവ് നേടിത്തന്നു എനിക്ക് ആദ്യം തന്നെ. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഇതായിരുന്നു എനിക്കൊരു നല്ല ജീവിത പങ്കാളിനെ കിട്ടുക എന്നുള്ളത്. എനിക്കങ്ങനെ എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ എൻ്റെ കുടുംബക്കാർ വഴി എനിക്കൊരു നല്ലൊരു ആലോചന വന്നു. പേര് സ്റ്റെബിനാണ്. സ്റ്റെബിൻ UK ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഞാൻ UK പോയി. UK പോകാൻ വേണ്ടി ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ 2 മാസം എടുത്തോളൂ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി. മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് UK പോകാൻ പറ്റണം. കാരണം അവിടുന്ന് ജോലി നിർത്തി പോന്നു. ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, പോകാൻ പറ്റുന്നില്ലേ, എത്ര നാളായി ഇവിടെ വന്ന് നിൽക്കുന്നു. ഒത്തിരി പേര് പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. എന്നും വെഞ്ചിരിച്ച് തൈലം തൂത്തും വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓരോ കാര്യത്തിന് ഓരോ പ്രോസസ്സിങ്ങിന് ഇറങ്ങുന്നതിന് എല്ലാ സമയത്തും ഞാൻ പ്രാർത്ഥിച്ച് വർക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് പെട്ടെന്ന് പോകാൻ സാധിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞ് എൻ്റെ ആദ്യത്തേത് എനിക്ക് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു. ഞാൻ അവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. പക്ഷേ എല്ലായിടത്തും നിന്ന് റിജക്ഷൻ വന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ആണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് പ്രോബ്ലം കാരണം എനിക്കത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ വെഞ്ചിരിച്ച് ഉപ്പ് കൈ പിടിച്ചുകൊണ്ട് പോയി. വെഞ്ചിരിച്ച് ഉപ്പ് കഴിക്കുകയും കുറച്ച് കൈ പിടിക്കുകയും തൈലം തൂത്ത് പ്രാർത്ഥിച്ച് പോയി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയായിരിക്കണം എന്നെ ഇൻ്റർവ്യൂ എടുക്കേണ്ടത്. എനിക്ക് ഈ ജോലി കിട്ടിയേ തീരൂ. എനിക്ക് എൻ്റെ ഞാൻ അവിടെ ആണെങ്കിൽ UK 2 പേർക്കും ജോലി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവർ ചോദിച്ചൊക്കെ മാതാവ് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ അതിനൊക്കെ ഉത്തരം പറഞ്ഞു. മാതാവ് മാത്രമാണ്, മാതാവിൻ്റെ മെറിറ്റിലൂടെയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അങ്ങനെ 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ എനിക്കത് എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടത്തുള്ളൂ. 1 മാസം പൂർത്തിയാകുന്നതിന് മുന്നേ എനിക്ക് അവിടെ ജോലിക്ക് കയറാൻ സാധിച്ചു. അതിന് ശേഷം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഉച്ചയ്ക്ക് കടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു സ്വപ്നം. അതെന്ന് വെച്ചാൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, സുനാമി വന്നു. അതെന്ന് വെച്ചാൽ 2025 ഡിസംബർ മാസം അവസാനമാണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത്. വലിയൊരു സുനാമി വരാൻ പോകുന്നു, ലോകമെമ്പാടും മുങ്ങാൻ പോകുന്നു, എല്ലാവർക്കും അപകടം പറ്റാൻ പോകുന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അന്നപ്പോൾ ആണെങ്കിൽ മാതാവ് സുനാമിയുടെ മുഖത്ത് നമ്മുടെ ഈ മാതാവ് വന്ന് നിൽക്കുന്ന കണ്ടു. എന്നിട്ട് ഒപ്പം എൻ്റെ അമ്മയുണ്ട്, ഹസ്ബൻഡിൻ്റെ മമ്മി എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ഇവരെ എല്ലാം വിളിക്കുന്നുണ്ട്. അവരാരും മാതാവിനെ കണ്ടില്ല. ഞാൻ മാത്രമാണ് മാതാവിനെ കണ്ടത്. മാതാവ് അപ്പം എന്നോട് പറഞ്ഞു, നീ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മുടങ്ങാതെ എന്നും പ്രത്യക്ഷീണ പ്രാർത്ഥന രാവിലെ ഏറ്റു ചൊല്ലുകയും ഒരു സ്വർഗസ്നായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ പറയുമേ. പിന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:46 സങ്കീർത്തനം എന്നും മുടങ്ങാതെ ചൊല്ലണമെന്ന് പറഞ്ഞു. അത് മുടങ്ങാതെ ഇപ്പോഴും ഞാൻ ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ യുദ്ധങ്ങളൊക്കെ വന്നത്. അതിനുശേഷം പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം പള്ളി വെച്ച് നടന്നത് ഈ മാസം ഏപ്രിൽ 15-ാം തീയതിയാണ്. അപ്പം അവിടെ നിന്ന് വരുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. യുദ്ധം കാരണം ഫ്ലൈറ്റുകളൊക്കെ മിസ്സാവുന്നു.
പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ തടസ്സമൊന്നുമില്ലാതെ ഞങ്ങളുടെ കല്യാണം നടന്ന അമ്മയുടെ ആൾക്കാരെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. മാതാവ് അതെനിക്ക് നടത്തി തന്നു. ഒരു തടസ്സമില്ലാതെ നല്ല രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഒരു തടസ്സമില്ലാതെ ഞങ്ങളുടെ രണ്ടുപേരും വിവാഹം മാതാവ് നടത്തി തന്നു. എൻ്റെ പേര് ഷീന ജോസ്. എനിക്ക് മാതാവ് തന്ന ഒരു വലിയ രോഗസൗഖ്യമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അംഗൻവാടിയുണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ ക്യാൻസറിൻ്റെ ടെസ്റ്റിനായിട്ട് അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി. അതിൽ ഞാനും പങ്കാളിയായി. എന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇടതുവശത്തെ ബ്രസ്റ്റിൻ്റെ അവിടെ ചെറിയതായിട്ടൊരു തടുപ്പുണ്ട്, ഈ അസുഖമാണെന്നാണ് തോന്നണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും ചിന്തിച്ചില്ല, ഞാൻ പോന്നു. പിന്നെ വീട്ടിൽ തനിച്ചിരുന്നപ്പോൾ ഇതിന് ചിന്തിച്ച് ശരിക്കും ഞാൻ അങ്ങനെ ഒരു രോഗിയായി മാറി. എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളൊരു രീതിയായി മാറി. അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ല, ചെക്കപ്പ് ചെയ്യണം എന്നേ പറഞ്ഞോളൂ. പക്ഷേ ഇതാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വയമേ ആ രോഗിയായി മാറി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞാണ്, ഞാൻ പിള്ളേരോട് പറഞ്ഞില്ല, ഭർത്താവിനോട് പറഞ്ഞു, പിന്നെ മോക്കടെ മമ്മിയോടും പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവിടെ അടുത്ത് കൂത്താട്ടുകുളത്ത് ദേവമാതാവ് ആശുപത്രി പോയി ബുക്ക് ചെയ്ത് ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു തടുപ്പ് കാണുന്നുണ്ട്, അതെന്താണെന്ന് അറിയാനായിട്ട് സ്കാനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനായിട്ട് ഞങ്ങൾ തൊടുപുഴയിൽ ഒരു ആശുപത്രി പോയി. ഈ പോകുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ തൈലവും എൻ്റെ ബ്രസ്റ്റിൽ തൂത്തു, പിന്നെ വെഞ്ചരിച്ച് ഉപ്പ് കഴിച്ചു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ രോഗമൊന്നുമില്ല എന്ന് ഈ ഇതിലൂടെ പറയുവാണ് എന്ന് വരികിൽ ഞാൻ അമ്മയുടെ ഇടയ്ക്കായി വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഞങ്ങൾ ചെന്ന് ചെക്കപ്പ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അസുഖമൊന്നുമില്ല. അത് കൊഴുപ്പടിഞ്ഞു കൂടിയതായിരുന്നു. രോഗസൗഖ്യം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ ഈ പുണ്യപ്പെട്ട അൾത്താരെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കും കുടുംബത്തിനും അനുഗ്രഹം തന്നതിനും കോടാനും കൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ ഒരു 5-6 മാസമായിട്ട് എനിക്ക് കാരുണ്യപ്രവൃത്തി പുറത്ത് ചെയ്യാൻ പോകാൻ പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ ചാച്ചന് ക്യാൻസർ ആയിരുന്നു, അസുഖമായിട്ട് ചാച്ചൻ കിടപ്പായിരുന്നു. ചാച്ചനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു പുറത്ത് പോയി രോഗിയെ നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ചാച്ചനായിട്ടല്ല, അസുഖമാണ്, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തു. അതിനു മുമ്പ് ഞാൻ അവിടെ അടുത്ത് പാവപ്പെട്ടവരെ നോക്കുന്ന ഒരു ഇതുണ്ട്, അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ കുളിപ്പിക്കും, അവരുടെ വസ്ത്രങ്ങൾ കഴുകാൻ കൂടും, അത് വെയിലത്തിടാൻ കൂടും, അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്യുമായിരുന്നു. അതിനെല്ലാം മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പത്രം വായിച്ച് എല്ലാ മാസവും പത്രം ഞാൻ മുടങ്ങാതെ മേടിച്ചിട്ട് ഇന്ന ആൾക്കാരെന്നില്ല, ഓട്ടോക്കാർക്ക് കൊടുക്കും, പുറത്തിറങ്ങി കൊടുക്കും, എല്ലാ ആൾക്കാർക്കും, ക്രിസ്ത്യാനികൾക്കെന്നല്ല ഹിന്ദുക്കൾക്കും എല്ലാവർക്കും വീടുകളിലും ഞാൻ കൊണ്ട് കൊടുക്കും. എന്നും വിശുദ്ധ ബലിയിൽ പങ്കാളിയാകും, എന്നും പോകും, ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. വിശുദ്ധ കുർബാന, കുമ്പസാരം, ഇതെല്ലാം എന്നോട് ബൈബിൾ വായന, ഇതെല്ലാം മുടക്കം കൂടാതെ ചെയ്യുന്നു. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. സങ്കീർത്തനം 40:10 ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അതായത് ദയ, കാരുണ്യം, അവിടുത്തെ സ്നേഹം എല്ലാം ഉള്ളിൽ മാത്രം സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാനും വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ളതാണ്. ദൈവാനുഭവം വ്യക്തിപരമായിട്ടുള്ളത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടതാണ്. ദൈവം ചെയ്ത നന്മകളെപ്പറ്റി സംസാരിച്ചു. മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഉടമ്പടിയിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തും. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ മറച്ചു വച്ചില്ല എന്നാണ് സങ്കീർത്തനത്തിൽ കേട്ടത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത് ഞാൻ മറച്ചു വയ്ക്കാതെ നല്ല മനോഭാവത്തോടെ സാക്ഷ്യപ്പെടുത്തുന്ന നല്ലൊരു ജീവിതമാണ് ഉടമ്പടി ജീവിതം. അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഉടമ്പടി വിശ്വസ്തതയുടെയും തെളിവുകളാണ്. നമ്മൾ എത്രമാത്രം ഉടമ്പടിയിൽ ആത്മാർത്ഥതയോടെ ജീവിക്കുന്നു എന്നാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീന ജോസും മകൾ ജോസ്നായും നമ്മളോട് പങ്കുവെച്ചതും അവരുടെ ജീവിതത്തിൽ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വയ്ച്ചില്ല. അവരും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഭവങ്ങൾ ഒളിച്ചു വയ്ക്കാതെ മറ്റുള്ളവരുടെ സന്നിധിയിൽ, മറ്റുള്ളവരുടെ മഹാസഭയിൽ, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് ചെയ്തത്. ദൈവം നൽകിയ ആ കാരുണ്യത്തിനും ആ സ്നേഹത്തിനും നന്ദി പറയുവാനാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കുടുംബമായിട്ട് വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്.
ആദ്യമൊക്കെ മകൾ ജോസ്നയ്ക്ക് ഉടമ്പടിയിൽ വിശ്വാസമില്ലായിരുന്നു. സൗദിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പോയി. പിന്നീട് നല്ലപോലെ ഉടമ്പടി ജീവിതം നന്നായി ജീവിക്കുകയും നല്ലൊരു ജോലി ലഭിക്കുകയും പിന്നീട് 1.5 വർഷം കഴിഞ്ഞിട്ട് UK പോവുകയും ഹസ്ബൻഡിൻ്റെ കൂടെ നല്ലൊരു വിവാഹം നടക്കാൻ സാധിക്കുകയും UK പോയി. പെട്ടെന്ന് തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും സാധ്യമെന്ന് തോന്നിക്കാത്ത ഒരു കാര്യമാണ് സാധ്യമാക്കി തന്നത്. അവിടെയും ഈശോയും അമ്മയും കൂടെ നിന്നുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനകം ഈ മകൾക്ക് ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് മകൾ പറഞ്ഞ സ്വപ്നവും അതുപോലെ തന്നെയാണ്. വീണ്ടും രജിസ്റ്റർ മാരേജിന് ശേഷം അവർ വിവാഹത്തിനായിട്ട് നാട്ടിൽ വരുവാനും യുദ്ധത്തിൻ്റെ സമയത്ത് നാട്ടിൽ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അവിടെയും ഈശോയും അമ്മയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് യുദ്ധത്തിൻ്റെ സമയത്തും ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്ത ദൈവം കൂടെ ഉണ്ടായിരുന്നു. നല്ലപോലെ യാത്രാ സമയത്ത് കൂടെയോ ഉണ്ടാവുകയും സമയത്തിന് നാട്ടിലെത്തിക്കാൻ സാധിക്കുകയും വിവാഹം നടക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇവിടെയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ സാന്നിധ്യവും കൂടെയുള്ള ഒരു പ്രസൻസുമാണ് ഈ മക്കൾ അനുഭവിച്ചത്. അമ്മയ്ക്കുള്ള രോഗസൗഖ്യവും ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പും അതും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാലാണ്. ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വസ്തതയുടെ തെളിവുകളാണ്. നമുക്കും ഈശോയുടെ അമ്മയുടെയും കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തതയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. നമ്മുടെ ദൈവാനുഭവങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ സാക്ഷിയായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഷീന ജോസിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ.